ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 04/1/2023 ആ കാറ്റഗറിയിൽ നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറിൽ ഈ വീഡിയോയിൽ ഞാൻ ആൻസർ അടയാളപ്പെടുത്തിയിട്ടില്ല. വേറൊന്നുമല്ല, നമ്മളെല്ലാവരുടെയും ഒരു പ്രശ്നം ഈ പറയുന്ന പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വായിക്കാനുള്ള ഒരു മടി എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ ആ മടി ഒന്ന് മാറണം. കാരണം ചോദ്യം മൊത്തം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 അത് ശരിയാണ്. നെപ്പോളിയൻ്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. റഷ്യൻ വിപ്ലവം നടന്നത് 1917 ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന, അതായത് ബി ഓപ്ഷൻ, നെപ്പോളിയൻ്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 തെറ്റായ പ്രസ്താവനയാണ്. വാട്ടർലൂ യുദ്ധം നടക്കുന്നത് 1815 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. രണ്ടാമത്തെ ചോദ്യം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ആരാണ്? ലൂയി 14 കേട്ടോ, 14. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആരാണ്? ലൂയി 14. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. അത് തന്നെയാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. അതാണ് തെറ്റായ പ്രസ്താവന. എ ഓപ്ഷനാണ് തെറ്റ്. എ ആണ് ആൻസർ കേട്ടോ. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ചൗരി ചൗര സംഭവം, അഹമ്മദാബാദ് മിൽ സമരം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം, അതേപോലെ ചമ്പാരൻ സത്യാഗ്രഹം. ഇതിലേതാണ്? ചമ്പാരൻ സത്യാഗ്രഹം ആദ്യം വരും. അതേപോലെ തന്നെ അടുത്തത് അഹമ്മദാബാദ് മില്ല് സമരം വരും. ചൗരി ചൗര സംഭവം, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ എ അഖിലത്തിരുട്ട് കേട്ടോ, അഖിലത്തിരുട്ട്, അതാണ് ആൻസർ. ആറാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം? ഭൂകമ്പ നാഭി കേട്ടോ. ഓപ്ഷൻ എ ഭൂകമ്പ നാഭിയാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഭൂകമ്പ നാഭിയാണ്. എട്ടാമത്തെ ചോദ്യം, വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചിട്ടാണ്? യുവത്വ ഘട്ടം കേട്ടോ. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? യുവത്വ ഘട്ടം കേട്ടോ, യുവത്വ ഘട്ടമാണ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഏത്? ഏതാണ്? ഡയമണ്ട് ആണ് കേട്ടോ. ഓപ്ഷൻ ഒമ്പതാമത്തത് ഓപ്ഷൻ ഡി, ഡയമണ്ട്. പത്താമത്തെ ചോദ്യം, ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ ആരാണ്? കേപ്പൻ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 11ാമത്തെ ചോദ്യം, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി കേട്ടോ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടുക്കിയാണ്. 12ാമത്തെ ചോദ്യം, MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് എന്ത്? ഗ്രീൻഫീൽഡ് കേട്ടോ, ഗ്രീൻഫീൽഡ്. ഓപ്ഷൻ എ ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? പഴം പച്ചക്കറിയുടെ ഉൽപ്പാദനം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സുവർണ വിപ്ലവം പഴം പച്ചക്കറിയുടെ ഉൽപ്പാദനങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 14ാമത്തെ ചോദ്യം, മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി ഏത്? റാബി കേട്ടോ. 14ാമത്തത് എ റാബി. 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം ഏത്? സിഡ്കോ. ഓപ്ഷൻ സി ആണ് സിഡ്കോ. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഓപ്ഷൻ സി ന്യൂഡൽഹി. അടുത്ത ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, ഓപ്ഷൻ വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക.
അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി. ഇവയെല്ലാം എന്താണ്, ഈ മേളിൽ പറഞ്ഞവയെല്ലാം എന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ഇനി 18ാമത്തെ ചോദ്യം, ലോക പയറുവർഗ ദിനം എന്ന ഫെബ്രുവരി 10 കേട്ടോ. ഓപ്ഷൻ എ ഫെബ്രുവരി 10. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഫ്രഞ്ച്. ഓപ്ഷൻ എ ഫ്രഞ്ച്. 20ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു കേട്ടോ. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റുവാണ്. 21ാമത്തെ ചോദ്യം, മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം എന്ത്? കൽപ്പന. ഓപ്ഷൻ എ കൽപ്പന കേട്ടോ. മാൻഡാമസ് കൽപ്പന. 22ാമത്തെ ചോദ്യം, മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഏതാണ് മൗലിക കടമകൾ? 51A ആണ് കേട്ടോ. 51A ആണ് അതിൻ്റെ ആൻസർ. 23ാമത്തെ ചോദ്യം, കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത്? കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ആരാണ്? അറ്റോർണി ജനറൽ ആണ്. ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ ആണ്. 24ാമത്തെ ചോദ്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി? നമുക്കറിയാം, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ അല്ലേ. ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. 25ാമത്തെ ചോദ്യം, തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? ഏതാണ്? യൂണിയൻ ലിസ്റ്റ് കേട്ടോ. യൂണിയൻ ലിസ്റ്റാണ്. 28ാമത്തെ ചോദ്യം, സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടന. ഓപ്ഷൻ ബി ഭരണഘടന. 27ാമത്തെ ചോദ്യം, കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ് കേട്ടോ. ഓപ്ഷൻ സി മെഡിസെപ്പ്. 28ാമത്തെ ചോദ്യം, സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പെക്ട്രം ഓട്ടിസം ബാധിച്ച കുട്ടികൾ കേട്ടോ. ഓട്ടിസം ബാധിച്ച കുട്ടികളാണ്. 29ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി കേട്ടോ. ജോസഫ് മുണ്ടശ്ശേരി. ഓപ്ഷൻ സി ആണ് ആൻസർ. 30ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. 31ാമത്തെ ചോദ്യം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് കേട്ടോ. മുഖ്യമന്ത്രി. ഓപ്ഷൻ എ മുഖ്യമന്ത്രി. 32ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? ഓപ്ഷൻ എ വില്ലൈ കേട്ടോ. വില്ലൈ. ഓപ്ഷൻ എ വില്ലൈ. 33ാമത്തെ ചോദ്യം, തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? ഏതാണ് തലച്ചോറിന്റെ? മെഡുല്ല കേട്ടോ. മെഡുല്ല. ഓപ്ഷൻ സി മെഡുല്ല. 34ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏത്? ഓപ്ഷൻ ബി കാൽഷ്യം കേഷൻ കേട്ടോ. കാൽഷ്യം കേഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 35ാമത്തെ ചോദ്യം, സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി ഗൗട്ട് കേട്ടോ. ഓപ്ഷൻ ഡി ഗൗട്ട്. 36ാമത്തെ ചോദ്യം, ICDSന്റെ പൂർണ്ണ രൂപം ഏത്? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഓപ്ഷൻ എ ആണ് ആൻസർ. 37ാമത്തെ ചോദ്യം, എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? ഓപ്ഷൻ ഡി എയ്ഡ്സ് കേട്ടോ. ഓപ്ഷൻ ഡി എയ്ഡ്സ്. 38ാമത്തെ ചോദ്യം, പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? രണ്ടാം ചലന നിയമം കേട്ടോ. ഓപ്ഷൻ ബി രണ്ടാം ചലന നിയമമാണ്. 39ാമത് ചോദ്യം, കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് 2D-2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏത് ലെൻസാണ്? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസാണ്. 40ാമത് ചോദ്യം, ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിന്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുന്നത്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. 40ാമത്, ഈ പറയുന്ന എല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 എന്താണ് ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. 41ാമത്തെ ചോദ്യം, 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച
ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. EOS 06 കേട്ടോ. EOS 06 ഓപ്ഷൻ സി ആണ് ആൻസർ. 42ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 43, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഷെൽ നമ്പർ കേട്ടോ. ഷെൽ നമ്പറാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഷെൽ നമ്പർ. ഓപ്ഷൻ സി ആണ് ഷെൽ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്ന 44ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായി അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? ഓപ്ഷൻ സി ആണ് ക്രോമിയം കേട്ടോ. ക്രോമിയം. 45ാമത്തെ ചോദ്യം, ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ്? ഓപ്ഷൻ സി ലീച്ചിങ് കേട്ടോ. ഓപ്ഷൻ സി ലീച്ചിങ്. 46ാമത്തെ ചോദ്യം, ഉയിരിൻ കൊലക്കൊടുക്കാവും കയറിനെ ഇഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കേട്ടോ. ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. 47ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഖബർ വൈക്കം മുഹമ്മദ് ബഷീർ, പാവക്കുട്ടി ഗ്രേസി, അനർഘ നിമിഷം KR മീര, അതേപോലെ തന്നെ എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. ഇതിൽ ഓപ്ഷൻ സി 2ഉം 4ഉം അതാണ് കേട്ടോ ശരി. 2ഉം 4ഉം പാവക്കുട്ടി ഗ്രേസി, എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട് അതാണ് ശരിയായ ഉത്തരം. 48ാമത്തെ ചോദ്യം, മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥ. ഓപ്ഷൻ സി ആത്മകഥ. 49ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ദി ക്രിയേഷൻ ഓഫ് ആദം. ദി ക്രിയേഷൻ ഓഫ് ആദം. 50ാമത്തെ ചോദ്യം, 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? നൃത്തം ചെയ്യുന്ന കുടകൾ കേട്ടോ. നൃത്തം ചെയ്യുന്ന കുടകൾ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.